കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. കൂടോത്രം, പ്രാക്ക് ഇവ നമുക്ക് അറിവുള്ളതാണ്. അതായത് നമ്മൾ കുട്ടിക്കാലം തുടങ്ങി കേൾക്കുന്നതാണ്. അവർ കൂടോത്രം ചെയ്തിട്ടുണ്ട്, ഇവർ പ്രാവുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ അത് ഉള്ളതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ കേട്ടറിവും എല്ലാം വെച്ചിട്ട് ഉള്ളത് തന്നെയാണ്. അതായത് പ്രാക്ക്, കൂടോത്രം എന്നിവയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് നോക്കാം. അതായത് ഈ കൂടോത്രം, പ്രാക്ക് എന്നിവ നമ്മൾ വിചാരിക്കും ഒരാൾ കൂടോത്രം ചെയ്ത് കഴിഞ്ഞാൽ ആ കൂടോത്രം ആർക്കെതിരെയാണോ ചെയ്തത് അവരെയാണ് ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ അവരെ ബാധിക്കും. അതായത് കൂടോത്രം ചെയ്താലും പ്രാവിക്കഴിഞ്ഞാലും ഇത് ആർക്കെതിരെയാണോ ചെയ്തത് അവരെ തീർച്ചയായും ബാധിക്കും. പക്ഷേ അതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബാധിക്കുന്നത്, അവരെ ബാധിക്കുന്നത് ശരിക്കും കുറഞ്ഞ അളവിൽ ബാധിക്കും. ഇതാരാണോ ചെയ്തത്, ആരാണോ ഈ കൂടോത്രം വേറൊരാൾക്കെതിരെ ചെയ്തത് അവർക്ക്, അല്ലെങ്കിൽ ആരാണോ പ്രാവുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ബാധിക്കുക. തൽക്കാല സുഖങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മനസ്സമാധാനവും കിട്ടില്ല. ആരോഗ്യപരമായിട്ടായാലും അവരുടെ കുടുംബത്തായാലും വരും തലമുറയ്ക്കായാലും ജന്മജന്മാന്തരങ്ങളോളം വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾക്കെതിരെ കൂടോത്രം ചെയ്താൽ. പിന്നെ അതിനൊരു പ്രായശ്ചിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. പക്ഷെ ആർക്കെതിരെയാണോ കൂടോത്രം ചെയ്തത് ആ ആൾ, അതായത് ഈ കൂടോത്രം ഏൽക്കുന്ന ആൾ, അപ്പോൾ ആ ആൾക്ക് അത് താൽക്കാലികം മാത്രമായിരിക്കും. അത് ചിലപ്പോൾ ആളുടെ ഒരു കർമ്മദോഷം അങ്ങനെ പോവായിരിക്കും. അതായത് മുജ്ജന്മത്തിലെ ഒരു കർമ്മദോഷം കുറച്ച് നാൾ അനുഭവിച്ചിട്ട് ആൾ അതിൽ നിന്ന് മോചനം നേടും. പക്ഷേ ആരാണോ വെച്ചത്, ആരാണോ ചെയ്യുന്നത് അവർക്ക് അത് ഒരു കാലത്തും അവരതിൻ്റെ ആ ദോഷങ്ങളിൽ നിന്ന് മോചനം നേടില്ല എന്നുള്ളതാണ്. ചെറിയ എന്തെങ്കിലും അസൂയപ്പുറത്തോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വാക്കുതർക്കങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ നശിപ്പിക്കണം അല്ലെങ്കിൽ അവരെ തകർക്കണം എന്ന ചിന്തയുള്ള അതീവ ക്രൂരമായ സ്വഭാവമുള്ളവരാണ് സത്യത്തിൽ ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യാൻ പോകുന്നത്. അവരെ സംബന്ധിച്ച് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നിയമപരമായ രീതിയിൽ ഒരാളെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ നിയമമൊക്കെ ഉള്ളപ്പോൾ എന്തു ചെയ്യും, ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യാനതിന് പകരം അവർക്ക് ശരിക്കും ഒരാളെ കൊല്ലാനുള്ള ദേഷ്യമാണ്. അതാണല്ലോ അവർ കൂടോത്രം ചെയ്യുന്നത്, ഒരാളെ കൊല്ലാനുള്ള ദേഷ്യമാണ്. പക്ഷെ അവർ കൊല്ലുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവർക്ക് നിയമത്തെ പേടിയുണ്ട്. ആരെങ്കിലും പുറമേ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കൊന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ജയിലിൽ പോവുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയുള്ള കാരണം അവർ കൊല്ലാനൊന്നും പോകുന്നില്ല. അത്രയും കൊല്ലാനുള്ള പക നിൽക്കുന്നവരാണ്, ഒരാളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പിന്നാലെ പോയിട്ട് ചെയ്യുന്ന പണിയാണ് കൂടോത്രം. എന്നാൽ അവർക്ക് നിയമപരമായി പിടിക്കപ്പെട്ട് വരുത്, ആരും അറിയാതെ ഇവർക്കെതിരെ ഒരു പണി കൊടുക്കുക, അങ്ങനെ അവരെ തകർക്കുക, അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കൂടോത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിയമപരമായിട്ട്, അതായത് നമ്മുടെ ഈ ലോകത്തിൽ നമ്മളെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിയമപരമായിട്ട് പിടിച്ചില്ലെങ്കിലും അത് ഭഗവാന്റെ മുമ്പിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം എങ്ങനെ ചെയ്യണതായാലും ഭഗവാന്റെ മുന്നിൽ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് നമ്മളിത് ചെയ്യുമ്പോൾ ഭഗവാൻ കാണുന്നില്ലെന്നാണ്. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരാൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആ കൂടോത്രത്തിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലുപരിയായിട്ടൊരു ശക്തി, ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്നും കൂടി നിങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങൾ ആർക്കെതിരെ എന്ത് ചെയ്തോ അതിൻ്റെ ശക്തി നിങ്ങൾക്കെതിരെ 10 മടങ്ങായി 100 മടങ്ങായി തിരിച്ചു വരുന്ന ജന്മജന്മാന്തരങ്ങളോളം ആ പാപത്തിൻ്റെ ഫലം പ്രായശ്ചിത്തം പോലുമില്ലാതെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്ന്, ഒന്നും ചെയ്താലും കാര്യമില്ലാത്ത പോലെ അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മൾ ആലോചിച്ചോളാം. അതുകൊണ്ട് ഒരാൾക്കെതിരെയും കൂടോത്രം ചെയ്യുക എന്നുള്ളൊരു ചിന്ത വേണ്ട. പിന്നെ ഒരാൾ പ്രാവുകയാണെങ്കിൽ അവൻ നന്നാവരുത്, അവൻ നശിക്കണം, അവൻ്റെ ജീവിതം തീരണം, അല്ലെങ്കിൽ നേരെയാവരുത് എന്നുള്ള പ്രാക്കുകൾ,
അത് സാധാരണ മാതാപിതാക്കൾ തന്നെ സ്വന്തം മക്കളെ പ്രാവുന്നുണ്ട്. ഒരു കാര്യം ആലോചിച്ചോളാം, ആ മക്കളെ കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഗുണമുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കാന്നല്ലാതെ ഒരു ഗുണവും അതിൽ നിന്നുണ്ടാവുന്നില്ല. പിന്നെ മറ്റുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായി ജനിക്കുകയാണ് അടുത്ത ജന്മത്തിൽ. മാത്രമല്ല ഇതിൻ്റെ ഫലം, നമ്മളിപ്പോൾ ഒരാളെ പ്രാവുകയാണെങ്കിൽ അതിൻ്റെ ഫലം അതൊക്കെ നമുക്കെതിരെ തന്നെ നെഗറ്റീവായി നമുക്ക് ചുറ്റും തന്നെ പൊതിഞ്ഞ് നമുക്ക് ചുറ്റും നെഗറ്റീവ് ഊർജം വന്ന് ചേരുകയും നമ്മുടെ ബുദ്ധീനെ തകിടം മറിക്കുകയും പിന്നീട് അതൊക്കെ നമുക്ക് തന്നെ വന്ന് ചേരുകയും ചെയ്യും. തൽക്കാലത്തേക്ക് നമ്മൾ അവർ അനുഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കും. പക്ഷേ അതൊക്കെ വെറും താൽക്കാലികമാണ്. ആത്യന്തികമായിട്ട് ഞാൻ എവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാതാപിതാക്കളൊക്കെ മറ്റുള്ളവരെ പ്രാവിക്കൊണ്ടിരിക്കുമ്പോൾ, മക്കളെയൊക്കെ പ്രാവിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾ തന്നെ അവരെ നോക്കണമുണ്ടാവും. ഈ മക്കൾ തന്നെ അവർ നോക്കണമുണ്ടാവും. എന്നാലും നശിക്കാൻ വേണ്ടി പ്രാവുന്നു. അവസാനം ഈ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് ലോകത്ത് അനുഭവിക്കാനുള്ള എല്ലാ ദുരിതവും തീർത്ത് എല്ലാം കഴിഞ്ഞിട്ടേ അവർ പോകുന്നുള്ളൂ. കാരണം അവരതുപോലെ അങ്ങനൊരവസ്ഥ വരുമെന്ന് നമ്മൾ ചിന്തിക്കുക. അതായത് നമ്മളൊരാളെ പ്രാവരുത്, എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രം വിചാരിക്കുക. നമ്മളുടെ കാര്യം, നമ്മൾ ആർക്കും നല്ലത് വേണമേ, എല്ലാവരും നന്നാവണമെന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ശുദ്ധരായിട്ട് ഒരാളെ ഉപദ്രവിക്കാൻ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുകൊണ്ടും ഒരാൾ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാനോട് പറയാം, ഭഗവാനെ അവരെന്നെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. പിന്നെ ഒരാൾ നമുക്കെതിരെ കൂടോത്രം ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പാവമാണ്, നമുക്കെതിരെ വെറുതെ കൂടോത്രം ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ വെറുതെ പ്രാവുക, അങ്ങനെയുള്ളതിന് തീർച്ചയായും അവർക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർ ഭഗവാനിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഭഗവാനെ നിഷേധിച്ച് നടക്കുന്നവരാണെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവർക്ക് ചുറ്റും നെഗറ്റീവ് എനർജി ഫോം ചെയ്യും. അപ്പോൾ അത് അവർക്ക് പിന്നീട് ആ ഒരു എനർജി നെഗറ്റീവ് അവർക്കെതിരെ ഓരോ കാര്യങ്ങളിൽ ഈ പ്രാക്ക് കൂടോത്രം നെഗറ്റീവ് എനർജിയൊക്കെ താൽക്കാലികമായിട്ട് അവരെ ബാധിക്കും. അത് ചിലപ്പോൾ അവർ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ആ പാപങ്ങൾ അനുഭവിക്കാനുള്ളൊരു സമയമായിട്ട് ഭഗവാൻ മാറ്റിവെച്ചതാകാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ ചെറുതായിട്ടുള്ളത് അനുഭവിക്കുക. അല്ലാതെ നമ്മളൊരാളോട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒന്നും നമുക്കെതിരെ തിരിയുന്നതല്ല. അത് ഭഗവാൻ തീരുമാനിക്കുന്നതല്ല. അല്ലാതെ വേറൊരാൾ നമ്മുടെ ജീവിതത്തിൽ എത്ര സ്വാധീനം ചെലുത്തിയാലും അവരുടെ നടത്തുന്ന ആ നെഗറ്റീവ് എനർജി എന്ന ആ കൂടോത്രം കുറച്ച് നാൾ നമ്മുടെ ചുറ്റും തങ്ങി നിന്നേക്കാം. അത് നമ്മളുടെ ഒരു മുജ്ജന്മ കർമ്മദോഷം തീർക്കാനായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള വീക്കാകുമ്പോഴാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി കയറി പിടിക്കുന്നത്. ചിലർക്ക് ശനിദശയാവും, അല്ലെങ്കിൽ മോശം രാശി രാഹുദശ, അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള നല്ല ഗ്രഹം തന്നെ മോശാവസ്ഥയിൽ നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് ശരിക്കും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ കയറി പിടിക്കുന്നത്. ഏഴശനി കാലഘട്ടം, ജന്മവ്യാഴം, ഇങ്ങനെ സമയത്തൊക്കെ നമ്മുടെ ഈ നെഗറ്റീവ് എനർജികൾ നമുക്ക് ചുറ്റും വല്ലാതെ കയറി നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ നമ്മുടെ വീക്കാകുമ്പോൾ എല്ലാ നെഗറ്റീവ്സും കൂടി എല്ലാം നമുക്ക് വന്ന് ചേരുമ്പോഴാണ് നമുക്കത് ചിലപ്പോൾ നമ്മൾ ജ്യോത്സ്യം നോക്കുമ്പോൾ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറയാം, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ചിലത് ജ്യോത്സ്യന്മാരെ പറ്റിക്കാനും പറയണ്ട, പക്ഷെ ചിലതുള്ളതും ഉണ്ട്. ചില നല്ല ജ്യോത്സ്യന്മാരാണെങ്കിൽ അവർ ഉള്ളതും ഉണ്ട്. ചിലർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കുകയെന്ന് പറഞ്ഞ് വലിയ തുക പറ്റണ ജ്യോത്സ്യന്മാരുണ്ട്. എന്നാൽ ശരിക്ക് കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ നല്ല രീതിയിൽ വഴിപാടുകൾ പറയുന്നവരും ഉണ്ട്. എന്നാൽ നല്ല ജ്യോത്സ്യന്മാരും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കൂടോത്രം ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂടോത്രത്തിനെ നമ്മൾ അതുപോലെ തന്നെ വേറൊരാൾക്ക് തിരിച്ച് അങ്ങോട്ട് വെക്കണ്ട. അതായത് അങ്ങനെ വെച്ചതുകൊണ്ട് അതിൻ്റെ ദോഷവും നമ്മൾ അനുഭവിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്കത് ഒഴിഞ്ഞു പോകാനുള്ളത്, നമുക്ക് കടുകും ഉപ്പും വറ്റൽമുളകും കൂടി ഒഴിഞ്ഞിടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് തുടർച്ചയായി നമുക്ക് ഒഴിഞ്ഞിടാം. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി വന്നാലോ ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടിയാലോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ പെട്ടെന്ന് ഒരാളായിട്ട് വഴക്ക് കൂടി അതിന് ശേഷം നമുക്ക് ഫുള്ള് നെഗറ്റീവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുള്ള വീക്കായി അവരുടെ നെഗറ്റീവ് എനർജി ഫുള്ള് നമ്മളെ കയറി പിടിച്ചു. അപ്പോൾ നമ്മൾ സമയവും ദോഷമാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ദിവസം 2 നേരം ജപം നടത്തുക. വീട്ടിൽ തന്നെ
ദിവസം 2 നേരം വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നന്നായി പ്രാർത്ഥിക്കുക. എന്നും തുടർച്ചയായി പ്രാർത്ഥിക്കുക. കഷ്ടകാലമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു നാരായണനാമോ അല്ലെങ്കിൽ നല്ല ഗ്രന്ഥങ്ങൾ, നാരായണീയം അല്ലെങ്കിൽ അങ്ങനെ ഇത് മുഴുവൻ ഞാൻ വായിച്ചു തീർക്കും. അല്ലെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം, വിഷ്ണു സഹസ്രനാമം തുടർച്ചയായി ചൊല്ലുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിഷ്ണു സഹസ്രനാമം തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ അരമണിക്കൂർ നേരം വേണ്ടി വരെ ഏകദേശം വിഷ്ണു സഹസ്രനാമം പൂർത്തിയാകാൻ. അതിനുശേഷം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഊർജ്ജം നമുക്ക് ചുറ്റും വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു എനർജി നമ്മളെ ബാധിക്കില്ല. അത് എന്ന് മുടങ്ങുന്നോ അന്ന് നമുക്ക് വീക്കായിട്ട് തോന്നും. അതെ, അത് സത്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തുടർച്ചയായി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ മതി. അപ്പോൾ 2 നേരവും ചിലപ്പോൾ നമുക്ക് നാമം ചൊല്ലിയിരിക്കാം. ഭഗവാനിൽ തന്നെ നമ്മൾ 2 നേരം ദിവസം സന്ധ്യാസമയത്തും അതുപോലെ അതിരാവിലെ നമ്മൾ വിളക്ക് വെച്ച് നാമം ചൊല്ലുക. ഗുരുവായൂരപ്പനെ ഉപാസിക്കുക. ഒരു ശക്തിയും ഏത് ശക്തി നമ്മൾക്കെതിരെ വെച്ചുവോ അതുപോലെ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയം നോക്കിയിട്ടായിരിക്കും അവർ നമുക്ക് വയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈശ്വരാനുഗ്രഹം കുറഞ്ഞ സമയത്ത് അത് നമ്മളെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ആ ശക്തിയുടെ ഇത് കുറഞ്ഞു വരും. പിന്നെ അവർ തന്നെ അവർക്കുള്ള പണികൾ കിട്ടി, അവർ ചെയ്യേണ്ടത് അവരുടെ കർമ്മദോഷം, അവരത് ചെയ്തു. അത് അവർക്ക് ഇനി ജന്മജന്മാന്തരം അനുഭവിക്കാനുള്ളതാണ്, അവരനുഭവിച്ചോട്ടെ. അത് നമ്മൾ ബോധറാവണ്ട. അവർക്കതിരെ വയ്ക്കാനും വേണ്ട. അവരെ എന്ത് വേണമെങ്കിലും ചെയ്യണത് അവരനുഭവിച്ചോട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അതായത് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഇരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. എന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സമയമാണ്, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണം. എന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ആ പോസിറ്റീവ് ഓറ വീണ്ടെടുക്കാനായിട്ട് വളരെ സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലുള്ള എനർജി എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഓറേനെ, ചക്രാസിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ട് വെക്കാനുള്ള, അപ്പോൾ അങ്ങനെ ഒരു എനർജി ക്ലെൻസിങ്ങും ആ സമയത്ത് നടക്കും. അപ്പോൾ നമ്മൾ മറ്റൊരാൾ എന്ത് ചെയ്തെന്നും ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷനാകുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഭഗവാനെ വിളിക്കാനുള്ള പഴുതുകൂടി അടച്ചിട്ട് ചിലപ്പോൾ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അതും നമ്മൾ നമ്മുടെ വിൽ പവർ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയണം. നമ്മൾ ഭഗവാനെ വിളിക്കുന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾ രാവിലെയും വൈകിട്ടും നാമം ചൊല്ലി നോക്കൂ. ഒരു രാവിലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലി നോക്കൂ. ഒരു നേരമെങ്കിലും വിഷ്ണു സഹസ്രനാമം ചൊല്ലാം, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ വിചാരിക്കുക, ഞാൻ നാരായണീയം എന്ന പുസ്തകം ഇത്ര ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവത്ഗീത, അങ്ങനെയൊക്കെ ഒരു മിഷനായിട്ട് ഞാൻ എൻ്റെ ഇതിൽ നിന്നൊന്ന് മോചനം നേടാനാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രീരാമജയം എന്ന മന്ത്രം ഇത്ര ദിവസം 108 പ്രാവശ്യം വെച്ച് 21 ദിവസം എഴുതാൻ പോവാണ് വ്രതശുദ്ധിയോടുകൂടി, അല്ലെങ്കിൽ ഞാൻ ഒരു വ്രതം എടുക്കാൻ പോവാണ് തുടർച്ചയായി എൻ്റെ ഈ ദോഷങ്ങൾ തീരാൻ. വ്യാഴാഴ്ച വ്രതം മഹാവിഷ്ണുവിനെ തന്നെ അർപ്പിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലക്ഷ്മി ദേവീനെ, അങ്ങനെ ആരെയും ഇഷ്ടമുള്ള ദേവീനെ വെള്ളിയാഴ്ച ദിവസം വ്രതം എടുക്കുകയാണ് ദേവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് ചെയ്ത ഒരു ഭൂതപ്രേതങ്ങളും ഒരു കൂടോത്രവും ഒരു പ്രാക്കും നമ്മളെ ഏൽക്കില്ല. പിന്നെ നമുക്ക് കഷ്ടകാലമൊക്കെ വരും. അത് നമ്മുടെ സമയം എല്ലാവർക്കും വരും. ഈ ചെയ്യുന്നവർക്കും കഷ്ടകാലം വന്നിട്ടുണ്ട്, അവർക്കും വന്നിട്ടുണ്ട്. അവർ പിന്നെ അവരുടെ പകയും വാശിയും കൊണ്ട് ചെയ്യുന്നതാണ്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. അവർക്ക് അതൊന്നും മാറാൻ പോണില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരിപ്പോൾ ചെയ്തത് അതിൻ്റെ ഇരട്ടിയായി അവരുടെ വീട്ടിൽ അനുഭവിക്കും. അതുകൊണ്ട് അവരെ പറ്റി ആലോചിച്ച് ബോധർ ചെയ്യേണ്ട. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതരെ കൂടോത്രം ചെയ്യാനോ പ്രാവാനോ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നാശത്തിനാണ്. ഞാൻ കുറേ അനുഭവങ്ങളുണ്ട്. ഈ ചെയ്തവർ പിന്നീട് അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓരോരുത്തർക്കെതിരെ കൂടോത്രം ചെയ്യുന്ന ഈ ആഭിചാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ വരെ അവരുടെ വീട്ടിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നരകിച്ച് പുഴുത്ത് മരിക്കേണ്ട അവസ്ഥകൾ വരെ, അതുപോലെയുള്ള അവസ്ഥകൾ അവരുടെ വീട്ടിലെ എല്ലാ തലമുറകളായി ശാപങ്ങളായിട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണം, ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യാനോ ഒരാളെ പ്രാവാനോ താല്പര്യമുണ്ടെങ്കിൽ അതിവിടെ വെച്ച് നിർത്തിക്കുക. ഇതുപോലെ നിർത്തുക. അതുപോലെ തന്നെ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ നമുക്കെതിരെ കൂടോത്രം ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ പ്രാവി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ
അവർ ഭഗവാന്റെ ഭക്തി കൂട്ടിയാൽ മതി. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. ഇത് നമ്മുടെ കർമ്മദോഷങ്ങൾ തീർക്കാനായിട്ടുള്ള ഒരവസരം ഭഗവാൻ നമുക്ക് തരാണ്. ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കാനും മോക്ഷമാർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പാതയിലാണെന്ന് കരുതിക്കോളൂ. കാരണം കർമ്മദോഷങ്ങൾ അതുപോലെ തീരുമ്പോൾ നമുക്ക് മോക്ഷത്തിലേക്കുള്ള പാതയും അതുപോലെ തന്നെ സുഗമമായി തീരും. അപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക, ഈശ്വരാധീനം വർദ്ധിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ദോഷങ്ങളൊന്നും നമ്മളേൽക്കില്ല. ഇതൊക്കെ അതുപോലെ തന്നെ തിരിച്ച് അവർക്ക് പോക്കോളും. നമ്മളായിട്ടൊന്നും അവർക്കെതിരെ ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഇതൊരു തീർച്ചയായും ചെയ്യാൻ പാടില്ലാത്തൊരു കർമ്മമാണ്. അപ്പോൾ ആരും ആർക്കെതിരെയും ചെയ്യാതിരിക്കുക. ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യുക എന്നുള്ളത് അയാളെ കുത്തിക്കൊല്ലുന്നതിന് സമമാണ് ഭഗവാന്റെ മുന്നിൽ. ഇന്ത്യൻ നിയമപ്രകാരമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ ഒരാളെ കുത്തിക്കൊല്ലുന്നതിന് തുല്യമാണ് ഒരാൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നത്. ഈശ്വരൻ്റെ മുമ്പിൽ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുന്ന കരുതിയിട്ട് ആർക്കെതിരെ ഒരു പാപം ചെയ്യാതെ ഏറ്റവും നല്ലവരായി ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുക. അതാണ് ഭഗവാൻ ഏറ്റവും നല്ല മോക്ഷമാർഗം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.